ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET UG ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മെന്റൽ എബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following will be formed after folding the given figure along the dotted line? അപ്പൊ താഴെ തന്നിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്, അവിടെ ഒരു ഡോട്ടഡ് ലൈനും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ഒരു ഡോട്ടഡ് ലൈനിലൂടെ മടക്കി കഴിഞ്ഞാൽ അപ്പൊ റൈറ്റ് സൈഡിലോട്ട് മടക്കാണ്. ഈ ഒരു സൈഡ് എന്ത് ചെയ്യാൻ, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലോട്ട് മടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫിഗർ ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മടക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു റോംബസ് പോലുള്ള ഈ ഒരു ഷേപ്പ് തീർച്ചയായിട്ടും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും വരും. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഓപ്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സംഭവം വരുന്നുണ്ട്, എക്സെപ്റ്റ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 എന്ത് ചെയ്യുന്നില്ല, ആ ഒരു രീതിയിൽ വരുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ലൈന് ജസ്റ്റ് മടക്കുന്ന സമയത്ത് എങ്ങനെയായി മാറും, ഈ ഒരു രീതിയിലായിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ വരാത്ത ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഓപ്ഷൻ 1 ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു സെഗ്മെന്റ് അവിടെ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഓക്കെ, ഓപ്ഷൻ 4 ആ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു സെഗ്മെന്റ് വരുന്നില്ല. ഓപ്ഷൻ 2 മാത്രമേ ആ രീതിയിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ള ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഏത് രീതിയിൽ വരും, അതൊരു റോംബസ് ആയിട്ട് അവിടെ ഫിൽ ചെയ്യുകയും ചെയ്യും. ആ രീതിയിൽ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വൺ ഈവനിങ് ബിഫോർ സൺസെറ്റ്. അപ്പോ ഈവനിങ്ങിന്റെ കേസാ പറയുന്നത്. നമുക്കറിയാം ഡയറക്ഷൻ സെൻസിൽ 1 മോർണിംഗ് 1 ഈവനിങ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമലി കാണുന്നതാണ്. 1 ഈവനിങ്ങിൽ നമുക്കറിയാം സൺ റൈസസ് ഫ്രം ദി ഈസ്റ്റ്. അങ്ങനെയാണെങ്കിൽ സണ്ണ് അവസാനിക്കുക അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യുക എവിടെ ആയിരിക്കും, വെസ്റ്റിലായിരിക്കും, ഈ ഒരു സൈഡിലായിരിക്കും, വെസ്റ്റിൽ. ഓക്കെ, ടു ഫ്രണ്ട്സ് ഷാറൂഖ് ആൻഡ് രാകേഷ് വേർ ടോക്കിംഗ് ടു ഈച്ച് അതർ. അപ്പോ നമുക്ക് 2 ഓപ്ഷൻ കൊടുക്കാം, 2 കേസസ് കൊടുക്കാം. ഒന്നിക്ക് ഷാറൂഖ് അവിടെ നിന്നിട്ട് നിൽക്കുന്നു, അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആര് നിൽക്കുന്നു, അവിടെ രാകേഷ് നിൽക്കുന്നു. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആര് നിൽക്കുന്നു, രാകേഷ് നിൽക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷാറൂഖ് നിൽക്കുന്നു. ഓക്കെ, they were talking to each other face to face. ഓക്കെ, ഒരു ഫേസ് ടു ഫേസ് ആണ് സംസാരിക്കുന്നത്. ഇഫ് രാകേഷ് ഷാഡോ, രാകേഷിന്റെ ഷാഡോനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ആ ഷാഡോ വരക്കാണ്, രാകേഷിന്റെ ഷാഡോ ഇവിടെ ആവുമ്പോ രാകേഷിന്റെ ഷാഡോ ഈ ഭാഗത്തോട്ടാണ് വരിക. എന്തായാലും ഇയാൾ ഇങ്ങോട്ടേക്കും ഇയാൾ ഇങ്ങോട്ടേക്കുമാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, ഫേസ് ടു ഫേസ് ആണ് നിൽക്കുന്നത്. ഓക്കെ, ഇഫ് രാകേഷ് ഷാഡോ ഈസ് എക്സാക്ട്ലി ടു ഹിസ് റൈറ്റ്. അപ്പോ ഈ ഒരു ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഒരു കേസ് നോക്കാം. രാകേഷ് ഇങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. രാകേഷിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് രാകേഷിന്റെ ഏത് സൈഡാ, ലെഫ്റ്റ് സൈഡ് ആണ്. ഈ ഒരു കേസ് അല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മളോട് പറയുന്നത് എക്സാക്ട്ലി ടു ഹിസ് റൈറ്റ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കാം, മുന്നിലോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. രാകേഷിന്റെ എക്സാക്ട്ലി റൈറ്റിലേക്കാണ് അദ്ദേഹത്തിന്റെ ഷാഡോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡിറക്ഷൻ വാസ് ഷാറൂഖ് ഫേസിംഗ്? ഇവിടെ ഷാറൂഖ് ഏത് ഡിറക്ഷനിലോട്ടാ, താഴോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് താഴോട്ട് എന്ന് പറയുമ്പോൾ സൗത്തിലോട്ടാണ് ഷാറൂഖ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫേസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇൻസേർട്ട് ദ മിസ്സിംഗ് ടേം, മിസ്സിംഗ് നമ്പർ ആണ്. അതായത് ഫസ്റ്റ് തന്നിരിക്കുന്ന ആ ഒരു ഫിഗർ, അതിലുള്ള ഡാറ്റാസ് ഒക്കെ നോക്കുക. എങ്ങനെയാണ് 9864 എന്നുള്ളതിൽ നിന്ന് 48 എത്തി. അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ഒരു ഫിഗറിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻ നോക്കാം. 9 into 8 മൈനസ് 6 into 4 എന്നുള്ളതാണ്. ഓക്കെ, 6 into 4 എന്നുള്ളതാണ്. അപ്പൊ 9 into 8 എന്ന് പറയുന്നത് എത്രയാണ്, 72 ആണ്. മൈനസ് 6 into 4 24 ആണ്. അപ്പൊ 70 നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 52 ആണ്. 52 4 പോയാൽ 48. ദാറ്റ് മീൻസ് മിഡിൽ ടേം വന്നു. അങ്ങനെയാണെങ്കിൽ സെയിം രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. 12 into 10 മൈനസ് 7 into 9. ഓക്കെ, 12 into 10 120 ആണ്. മൈനസ് 7 into 9 എന്ന് പറയുന്നത് 63 ആണ്. ഓക്കെ, അപ്പോ 120 നിന്ന് 60 പോയി കഴിഞ്ഞാൽ ബാക്കി 60 ആണ്. 60 നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്, 57 ആണ്. അപ്പൊ ഓപ്ഷൻ 2 57 എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് വെൻ ഡയഗ്രാം ഫോർ ദ ഗിവൺ എലമെന്റ്സ് ബോയ്സ്, സ്റ്റുഡൻസ്, അത്ലീറ്റ്സ്. അപ്പൊ ബോയ്സിനെയും സ്റ്റുഡൻസിനെയും അത്ലീറ്റിനെയും സൂചിപ്പിക്കുന്നത് ഏതാണ്, ഓപ്ഷൻ എ ആണ് വരിക. അപ്പോ ബോയ്സ് ഉണ്ടാവും. ഓക്കെ, സ്റ്റുഡൻസിൽ തന്നെ ബോയ്സ് ഉണ്ടാവും, ഗേൾസ് ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റും. പിന്നെ സ്റ്റുഡൻസ് അല്ലാത്ത ബോയ്സ് ഉണ്ടാവുമല്ലോ, അവരെ നമുക്ക് ഈ ഒരു ഏരിയയിൽ സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇത് ബോയ്സും ഇത് സ്റ്റുഡൻസും ആണെങ്കിൽ ഓക്കെ, ഇവിടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ബോയ്സിനെ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ബോയ്സ് അല്ലാത്ത ബാക്കിയുള്ള സ്റ്റുഡൻസ്, ഇപ്പൊ ഗേൾസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാം. ഇനി സ്റ്റുഡൻസ് അല്ലാത്ത ബോയ്സ്, എല്ലാവരും സ്റ്റുഡൻസ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ, ആ രീതിയിൽ അവിടെയും കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തൊരു റിലേഷൻ അത്ലീറ്റ്സ് എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ആയിട്ടുള്ള ബോയ്സ് ആയിട്ടുള്ള അത്ലീറ്റ്സ് ഉണ്ടാവും. ഇനി സ്റ്റുഡൻസ് ആയിട്ടുള്ള ഗേൾസ് ആയിട്ടുള്ള അത്ലീറ്റ്സ് ഉണ്ടാവും. ഇനി ബോയ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലാത്ത അത്ലീറ്റ്സ് ഉണ്ടാവും. എല്ലാ പോസിബിലിറ്റീസും നമുക്ക് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെൻ ഡയഗ്രാം ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. പോയിന്റിംഗ് ടു എ വുമൺ ഇൻ എ പിക്ചർ.
അപ്പൊ ഒരു പിക്ചറിൽ വുമണിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആരാ പറയുന്നത്? രാജു സൈഡ്. ആരാ പറയുന്നത്? രാജു പറയാണ് ഹെർ മദർ ഇൻ ലോ ഹാസ് ഓൺലി വൺ ഗ്രാൻഡ് ചൈൽഡ് ഹൂസ് മദർ ഈസ് മൈ വൈഫ്. അപ്പൊ നോക്കാം, ആ ഒരു വുമണിനെ സൂചിപ്പിച്ചിട്ട് അപ്പൊ ആ വുമൺ നമ്മൾ കൊടുക്കാണ് ഹെർ മദർ ഇൻ ലോ. അപ്പോ മദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ ഈ വുമണിന്റെ ഹസ്ബൻഡ് ഉണ്ടാവും, ഈ വുമൺസ് ഹസ്ബൻഡ്, ആ ഹസ്ബൻഡിന്റെ മദർ ആണ് അല്ലെ, ഹസ്ബൻഡിന്റെ മദർ. അപ്പൊ നോക്കാം, ഹെർ മദർ ഇൻ ലോ ഹാസ് ഓൺലി വൺ ഗ്രാൻഡ് ചൈൽഡ്. അപ്പൊ ഇവരുടെ കുട്ടിയായിരിക്കും മെയിൻ ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇവരുടെ ഈ ഹസ്ബൻഡിന്റെ ചൈൽഡ്, അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് എനിക്കറിയില്ല. വൺ ഗ്രാൻഡ് ചൈൽഡ് ഹൂസ് മദർ ഈസ് മൈ വൈഫ്. അപ്പൊ ആ ഒരു കുട്ടിയുടെ മദർ എന്ന് പറയുന്നത് ആരാണ്? ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന വുമൺ തന്നെയാണ്. അത് എന്റെ വൈഫാണെന്ന് ആരാ പറയുന്നത്? രാജു ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു വ്യക്തി ആരായിരിക്കും? രാജു ആയിരിക്കും. ഈ ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാജു ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് ദ വുമൺ ഇൻ ദ പിക്ചർ റിലേറ്റഡ് ടു രാജു? വുമൺ എന്ന് പറയുന്നത് ഇതാണ്, രാജു ഇതാണ്. ദാറ്റ് മീൻസ് വുമൺ എന്ന് പറയുന്നത് രാജുവിന്റെ ആരാണ്? വൈഫ് ആണ്. ഓപ്ഷൻ 2 വൈഫ് ആയിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when the minute hand of a clock covers a distance of 1 hour 30 minutes, the angular distance covered by it is. അപ്പോ ഒരു 1.5 മണിക്കൂർ സമയത്തിൽ മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുന്ന ആംഗുലാർ ഡിസ്റ്റൻസ്. അപ്പൊ ഒരു ഹവറിൽ മൂപ്പർ എന്ത് ചെയ്യും? 12 ജസ്റ്റ് കറങ്ങിയിട്ട് 12 എത്തും. ദാറ്റ് മീൻസ് ഒരു ഹവറിൽ 360 കറങ്ങും. അങ്ങനെയാണെങ്കിൽ ഹാഫിലോ ഓൾമോസ്റ്റ് 180, 360ന്റെ പകുതി 180. 360 പ്ലസ് 180 എന്ന് പറയുമ്പോൾ 540 ഡിഗ്രി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. വളരെ ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംപ്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബൈ പ്യുവർ ആൻഡ് നാച്ചുറൽ ഹണി ഓഫ് കമ്പനി എക്സ് ആൻഡ് അഡ്വർടൈസ്മെന്റ്. അപ്പൊ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നതാണ്. കമ്പനി എക്സിന്റെ പ്യുവറും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള തേൻ വാങ്ങൂ എന്നാണ് അഡ്വർടൈസ്മെന്റിൽ പറയുന്നത്. അസംഷൻ, ഫസ്റ്റ് അസംഷൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഹണി ക്യാൻ ബി പ്രിപ്പയർഡ്. വളരെ കറക്റ്റ് അല്ലേ? കാരണം എന്ന് വെച്ചാൽ നാച്ചുറൽ എന്നുള്ളൊരു പ്രത്യേക പ്രയോഗം അവർ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അവിടെ ആർട്ടിഫിഷ്യൽ ഹണീസ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ പോയി പെടരുത്, നമ്മൾ ഇത് നാച്ചുറൽ ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ ഹണി എന്ത് ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള അസംഷൻ തന്നെയാണ്. രണ്ടാമത്തെ ഒരു അസംഷൻ പറയുന്നത് നോ അതർ കമ്പനി സപ്ലൈസ് പ്യുവർ ഹണി. മറ്റുള്ള കമ്പനികളെ കുറിച്ച് എന്തെങ്കിലും ഡാറ്റ അവിടെ നിന്ന് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ ആ ഒരു കാര്യം എന്താണ്? തെറ്റാണ്. ഓൺലി വൺ ഈസ് ഇംപ്ലിസിറ്റ്. അല്ല എന്നുണ്ടെങ്കിൽ ഓൺലി അസംഷൻ 1 ഈസ് ഇംപ്ലിസിറ്റ് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ഔട്ട് ദ ഫിഗർ വിച്ച് ക്യാൻ ബി ഫോംഡ് ഫ്രം ദി പീസസ് ഗിവൺ ഇൻ ദ ഫിഗർ. താഴെ തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റിയ, ആ തന്നിരിക്കുന്ന ഫിഗർ മാത്രം വെച്ചിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റിയ ഫിഗർ ഏതാന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ 2 ബോക്സ് വരുന്നുണ്ട് അല്ലെ? ഈ ഒരു ഫിഗറിൽ 2 ബോക്സ് വരുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് കൊടുക്കാനുള്ള യാതൊരു ഫിഗേഴ്സും എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു തന്നിരിക്കുന്ന 4 ഫിഗേഴ്സ്, തന്നിരിക്കുന്ന ഈ ഒരു 4 ഫിഗേഴ്സിൽ എന്തില്ല? നമുക്ക് കൊടുത്തിട്ടില്ല. ആ രീതിയിൽ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം കറക്റ്റ് ആക്കിയിട്ട് വരുന്നുണ്ട് അല്ലെ? ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു ഭാഗം എന്താണ്? എക്സ്ട്രാ ആണ്. 2 ട്രയാങ്കിളും വരുന്നുണ്ട്, ബാക്കി ഒരു സർക്കിളും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം എക്സ്ട്രാ ആണ്. ആ രീതിയിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനെ വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഇനി ഇവിടെ 2 ഓപ്ഷൻ ആണുള്ളത്. 2 ഓപ്ഷനിലും നമ്മളെ എലമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഈ ഒരു ട്രയാങ്കിൾ നോക്കാം. ഈ ഒരു ട്രയാങ്കിൾ, ഓക്കെ, ഇവിടെ ഈ ഒരു ട്രയാങ്കിളും ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ലേ? ആ രീതിയിൽ ഇവിടെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നില്ല? ഫോം ചെയ്യുന്നില്ല. ഈ ഒരു ട്രയാങ്കിൾ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ഈ താഴത്തുള്ള ട്രയാങ്കിളും വരുന്നത്. അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു ഫിഗറിൽ ആ രീതിയിൽ ഫോളോ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് മാർച്ച് 24, 2011 വാസ് തേഴ്സ്ഡേ. ജസ്റ്റ് നോക്കാം. മാർച്ച് 24, 2011 ഏതാ ദിവസം? തേഴ്സ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ ജൂൺ 24, 2012 ഏതു ദിവസമായിരിക്കും? അപ്പൊ ഞാൻ ആദ്യം കാണുന്നത് മാർച്ച് 24, 2012 ഏത് ദിവസമായിരിക്കും? അതായത് നമുക്കിവിടെ ഓൾറെഡി കൊടുത്ത ഡേറ്റിന്റെ കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്. അപ്പൊ നോക്കാം, 2012 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. ദാറ്റ് മീൻസ് 2 ഓഡ് ഡേയ്സ് ഉണ്ടാവും. അപ്പൊ തേഴ്സ്ഡേയിലേക്ക് 2 ഓഡ് ഡേ കൂട്ടി കൊടുക്കുക. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പൊ ഈ ഒരു ഡേറ്റ് സാറ്റർഡേ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു മാർച്ച് 24, 2012 നിന്ന് ജൂൺ 24, 2012 എത്തിയാൽ മതി. അപ്പൊ നമുക്ക് ഒരു ഇയറിന്റെ മേലുള്ള ഡേറ്റ് കാണണമായിരുന്നു, പക്ഷെ നമ്മൾ അതിനെ കുറച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നോക്കാം. മാർച്ച് 24 വരെ പോയി. മാർച്ചിൽ ഇനി ബാക്കി എത്ര ഡേയ്സ് ഉണ്ട്? മാർച്ചിൽ ടോട്ടൽ 31 ദിവസമാണുള്ളത്. അത് 24 പോയി, ബാക്കി 7 ദിവസമാണുള്ളത്. 7 ദിവസം എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഓഡ് ഡേയ്സാ? കറക്റ്റ് ഒരു വീക്ക് ആണ്. ഓഡ് ഡേയ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ 0, മാർച്ചിൽ 0. നെക്സ്റ്റ് ഏപ്രിലാണ്. ഏപ്രിലിൽ 30 ദിവസങ്ങളാണ്. 30 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സാ? 2 ഓഡ് ഡേയ്സ് ആണ്. നെക്സ്റ്റ് മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ 3 ഓഡ് ഡേയ്സ് ആണ്. നെക്സ്റ്റ് ജൂൺ പക്ഷെ ടോട്ടൽ ഫുൾ മന്ത് എടുക്കേണ്ട ആവശ്യമില്ല. ജൂൺ 24 വരെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 24 വരെ നോക്കുന്ന സമയത്ത് അവിടെ എത്രയാണ്? അവിടെ 7, 14, 21 വരെ പോയി, ബാക്കി
22, 23, 24. ദാറ്റ് മീൻസ് 3 ഓഡ് ഡേയ്സ് ആണ് അവിടെ വരിക. ടോട്ടൽ ഓഡ് ഡേയ്സ് നോക്കിക്കോ, 2 + 3 5, 5 + 3 8. 8 ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, 7ന്റെ മൾട്ടിപ്പിൾസ് ഒഴിവാക്കാം. 7 വരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഒരു ഓഡ് ഡേ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സാറ്റർഡേയിലേക്ക് എന്ത് ചെയ്യാം, ഒരു ഓഡ് ഡേ കൂട്ടി കൊടുക്കുക. സാറ്റർഡേ ഒരു ഡേയും കൂടി കൂട്ടുമ്പോൾ സൺഡേ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ചൂസ് ദ മിസ്സിംഗ് ടേം ഇൻ ദ സീരീസ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ആ ഒരു സീരീസിലെ മിസ്സിംഗ് ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോ ഇവിടെ കുറെ ടേംസ് കൊടുത്തിട്ടുണ്ടല്ല. ഞാൻ ആദ്യം നമ്പർ മാത്രം എടുക്കുകയാണ്. നമ്പർ നോക്കുക, 2, 4, 6, 8. അപ്പൊ അടുത്ത ഏതായിരിക്കും, 10 ആയിരിക്കും. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം, എനിക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കാം, ഇസഡിന്റെ മുമ്പുള്ള ലെറ്റർ വൈന്റെ മുമ്പുള്ള ലെറ്റർ എക്സ് വന്നു, എക്സിന്റെ മുമ്പുള്ള ഡബ്ല്യു. അപ്പൊ യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. അപ്പൊ ഇവിടെ ഏതാ, യു കഴിഞ്ഞിട്ട് വി ആണ് മിസ് ആയിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് ടൈം എന്തായിരിക്കും, വി ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം, ജസ്റ്റ് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, ലാസ്റ്റ് വി ആണ്. ഇനി വിന്റെ മുമ്പും ഒരു ലെറ്റർ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ നോക്കാം, വിന്റെ മുമ്പുള്ള ലെറ്റർ എ ബി സി ഡി. അപ്പൊ നെക്സ്റ്റ് ഇ ആയിരിക്കും അല്ലെ, ഇ വി. ആ രീതിയിൽ നോക്കുമ്പോൾ രണ്ടും കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ഫസ്റ്റ് ലെറ്റർ എങ്ങനെ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇവിടെ ജെ. നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് നോക്കാം. എങ്ങനെ ഓൾട്ടർനേറ്റീവ് നോക്കാം, അതായത് ജെ വന്ന് മൂന്നാമത്തെ ടേം നോക്കാം, ജെ കെ എൽ. ഓക്കെ, എൽ എം എൻ. എൻ ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. മറ്റേ ഓൾട്ടർനേറ്റീവ് കൂടി നോക്കാം. ഇവിടെ നോക്കാം, എം എൻ ഒ കറക്റ്റ് ആണ്. ഒ പി പോയി, നെക്സ്റ്റ് ക്യൂ വന്നു. ആ രീതിയിൽ എന്താണ്, അവിടെയും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജെ വന്നു, അടുത്ത ലെറ്റർ ഇല്ല, അതായത് കെ ഇല്ല, നെക്സ്റ്റ് എൽ വന്നു. നെക്സ്റ്റ് എൽ എം ഇല്ല, എൻ വന്നു. ഓക്കെ, ആ രീതിയിലാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് എം, നെക്സ്റ്റ് എൻ ഇല്ല, ഒ വന്നു. ഓക്കെ, നെക്സ്റ്റ് പി ഇല്ല, ക്യൂ വന്നു. ഓൾട്ടർനേറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, എൻ ആയിരിക്കും വരുന്നുണ്ടാവും അല്ലെ. എൽ കഴിഞ്ഞു, എം ഇല്ല, നെക്സ്റ്റ് എൻ വന്നു. അപ്പൊ N 10 EV എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരെ ബൈ.